എൻ പ്രശാന്ത് IAS ഫയൽ സമർപ്പിക്കരുതെന്ന് കീഴുദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലക് എന്ന രേഖകൾ തെളിയിക്കുന്നു. ഇത് സംബന്ധിച്ച കുറിപ്പിന്റെ പകർപ്പ് 24 കിട്ടി. ഈ വർഷം മാർച്ച് മാസത്തിലാണ് ഡോക്ടർ ജയതിലക് ഇങ്ങനെ ഒരു കുറിപ്പ് എഴുതിയത്. വിവരങ്ങളുമായി ഷവീദ് റാവുത്തർ തിരുവനന്തപുരത്ത്. ഷവീദ്, ഈ IAS തലപ്പത്തുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഇങ്ങനെ ഒരു കുറിപ്പ് ഡോക്ടർ ജയതിലക് എഴുതിയത്? ഉറപ്പായിട്ടും അങ്ങനെ തന്നെ വേണം അതിനെ കരുതാൻ. കാരണം സമാനതകളില്ലാതെ അല്ലെങ്കിൽ മുമ്പ് നമ്മൾ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ രണ്ട് ഉദ്യോഗസ്ഥർ തമ്മിൽ ഉണ്ടായ തർക്കം, അതിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന എൻ പ്രശാന്തിനെ ഫയൽ ഇടപെടലിൽ നിന്ന് വിലക്കി എന്നുള്ളതാണ് ഈ നോട്ട് തെളിയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ നോട്ട് ഇറങ്ങിയിരിക്കുന്ന ആ സമയം നമ്മൾ കണ്ടതാണ്. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം, 2024 മാർച്ച് 7-ന് ജയതിലക് ഇറക്കിയ കുറിപ്പിൽ എൻ പ്രശാന്തിന് ഫയൽ സമർപ്പിക്കരുതെന്ന് കീഴുദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. അതും നമുക്കറിയാം, പ്രത്യേക സാഹചര്യത്തിൽ മാത്രം എടുക്കുന്ന തീരുമാനമാണ്. എന്താണ് അതിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല. മാത്രമല്ല, മന്ത്രി അംഗീകരിച്ച ഫയൽ റൂട്ടിങ്ങിന് വിരുദ്ധമായി ഇറക്കിയ കുറിപ്പിനെതിരെ അന്ന് എൻ പ്രശാന്ത് ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകിയിരുന്നു എന്നുള്ളതും ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിവരം. ഏതായാലും ഈ എൻ പ്രശാന്ത് ജയതിലക് പോരിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. ഈ വന്നിരിക്കുന്നത് അസാധാരണമായ ഒരു രീതിയാണ് നമുക്ക് കരുതാൻ കഴിയും. കാരണം വളരെ പ്രധാനപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന ഉദ്യോഗസ്ഥൻ ഫയൽ നീക്കത്തിൽ ഇടപെടരുത് അല്ലെങ്കിൽ ഫയലിൽ ഇടപെടരുത് എന്ന് വിലക്കിയിരിക്കുകയാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയതിലക്. ഓക്കെ.